റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും തീരുമാനമായിരിക്കുന്നു. മണ്ഡലം കോൺഗ്രസുമായി വച്ചുമാറില്ല എന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം വ്യക്തമാക്കി. കോങ്ങാടും പുനലൂരും കോൺഗ്രസിന് കൈമാറും. പകരം ഏത് സീറ്റുകൾ എന്നതിൽ ഇന്ന് തീരുമാനമാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകും. താൻ മത്സരരംഗത്തുണ്ടാകില്ല എന്നും PMA സലാം പറഞ്ഞു. ആ പ്രതികരണം ആദ്യം കാണാം. ഞാനിപ്പോൾ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലാണ്. ആ പദവിയിൽ തുടരണമെന്നാണ് ബഹുമാനപ്പെട്ട തങ്ങളടക്കമുള്ള നേതാക്കന്മാർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്വം ഇനി മുസ്ലിം ലീഗിനെയും UDF-നെയും അധികാരത്തിലേറ്റുക, മുസ്ലിം ലീഗിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ MLA-മാരെ ഉണ്ടാക്കി കൊടുക്കുക. ഈ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള പുറപ്പാടിലാണ് ഞാൻ. നിങ്ങൾ വെറുതെ ഏതെങ്കിലും മണ്ഡലത്തിൽ എൻ്റെ പേര് പറഞ്ഞ് നിങ്ങളുടെ വിശ്വാസ്യത തകർക്കേണ്ട. ഞാൻ മത്സരത്തിൽ രംഗത്തുണ്ടാവില്ല. ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് തങ്ങളോടൊക്കെ ഞാൻ എൻ്റെ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. എനിക്ക് ഈ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് ഏറ്റവും വലുതായും ഉന്നതമായും തോന്നുന്നത്. തങ്ങളൊക്കെ അത് സമ്മതിച്ചിട്ടുണ്ട്. ആ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. മുബഷീർ P. അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ തിരുവമ്പാടിയിൽ ലീഗ് തന്നെ എന്ന് ഉറപ്പിക്കുകയാണ്. PMA സലാമിന്റെ പ്രതികരണം വരികയാണ്. അപ്പോൾ ആരായിരിക്കും തിരുവമ്പാടിയിൽ സ്ഥാനാർത്ഥി? എന്താണ് നമുക്ക് അറിയാനാകുന്നത്? തിരുവമ്പാടിയിൽ ഒരു പക്ഷേ ഒരു സ്വതന്ത്രനെ മത്സരിപ്പിക്കാനായിരിക്കും മുസ്ലിം ലീഗിന്റെ നീക്കം. നേരത്തെ തിരുവമ്പാടി സീറ്റ് കൊടുത്ത് തവനൂരോ പട്ടാമ്പിയോ വാങ്ങാനുള്ള നീക്കം മുസ്ലിം ലീഗിലും കോൺഗ്രസിലും നടന്നിരുന്നു. പക്ഷേ അത് ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. തിരുവമ്പാടി മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും. തവനൂരിനെ സംബന്ധിച്ച് കോൺഗ്രസും മത്സരിക്കും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കൂടിയാലോചനാ യോഗം ഇവിടെ മലപ്പുറം ലീഗ് ഹൗസിൽ ഇപ്പോഴും തുടരുകയാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇന്നലെയാണ് യോഗം ആരംഭിച്ചത്. ഇന്നലെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ജില്ലാ ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ ലീഗിന്റെ MLA-മാരോട് കൂടിയാണ് ഇപ്പോൾ കാര്യങ്ങൾ കൂടിയാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സീറ്റ് വെച്ചുമാറുന്നതിൽ തിരുവമ്പാടി തീരുമാനമായതിനൊപ്പം തന്നെ കോങ്ങാടും പുനലൂരും നേരത്തെ വെച്ചുമാറുന്നതിൽ മുസ്ലിം ലീഗ് ഒരു ആശയം മുന്നോട്ട് വെച്ചിരുന്നു. കോങ്ങാട് കൊടുത്ത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഏറ്റെടുക്കാമെന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗ് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ പുനലൂർ കൊടുത്ത് കൊല്ലം ജില്ലയിലെ ചടയമംഗലം ഏറ്റെടുക്കാനും മുസ്ലിം ലീഗ് തീരുമാനിച്ചിരുന്നു. പക്ഷേ കോൺഗ്രസുമായിട്ട് അക്കാര്യത്തിൽ ധാരണയായിട്ടില്ല. അക്കാര്യത്തിൽ മുസ്ലിം ലീഗ് ആ ഒരു താല്പര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് PMA സലാം പറഞ്ഞു വെക്കുന്നത്. അതേസമയം ചില വിവരങ്ങൾ കൂടി മുബഷീർ തരാനുണ്ടല്ലോ. ലീഗ് സ്ഥാനാർത്ഥി നിർണയ യോഗത്തിൽ നാടകീയമായ രംഗങ്ങൾ ഉണ്ടായിരിക്കുന്നു. 3 ടേം വ്യവസ്ഥ MLA-മാരെ ഓർമ്മിപ്പിച്ച് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചിരിക്കുന്നു. ഒരു തവണ കൂടി മത്സരിക്കാൻ അവസരം നൽകണമെന്ന് ചില സിറ്റിംഗ് MLA-മാർ ആവശ്യപ്പെട്ടു എന്നതും, കുന്നമംഗലം ഫാത്തിമ തഹ്ലീക്കും കൊണ്ടോട്ടി PMA സമീറിനും നൽകണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു എന്നുള്ള വിവരം. കൊണ്ടോട്ടിയിൽ TV ഇബ്രാഹിമിനെ മാറ്റാൻ കഴിയില്ല എന്ന ഒരു വിഭാഗം നിലപാടെടുക്കുകയും ചെയ്തു. അപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ. മുബഷീർ P. അക്ബർ, എന്താണ് ഈ യോഗത്തിൽ ഉണ്ടായത്? ഇപ്പോൾ അല്പസമയം മുമ്പ് PMA സലാം ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ വായിക്കേണ്ടതുണ്ട്. പ്രൊഫഷണലായിട്ട് പുതുമുഖങ്ങളെ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കുമെന്നുള്ളത് PMA സലാമിനെ പോലെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കൂടിയാലോചന 2ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഇന്നലെ ഉൾപ്പെടെ നടന്ന ചർച്ചയിലാണ് നാടകീയ രംഗങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ടേം വ്യവസ്ഥ കർശനമായിട്ട് നടപ്പിലാക്കണമെന്നുള്ള യൂത്ത് ലീഗും വനിതാ ലീഗും ആവശ്യപ്പെടുന്നതാണ്. അക്കാര്യത്തിൽ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചില നേതാക്കൾക്ക് മാത്രം ഇളവ് നൽകിക്കൊണ്ട് ബാക്കിയുള്ള 3 ടേം വ്യവസ്ഥയിൽ ചില MLA-മാർ മാറി നിൽക്കേണ്ടി വരുമെന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ചർച്ച. പക്ഷേ ഇത്തവണ PK കുഞ്ഞാലിക്കുട്ടി മാത്രം മത്സരിച്ച് ബാക്കിയുള്ള സിറ്റിംഗ് MLA-മാർ ചില പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ മാറി നിൽക്കട്ടെ എന്ന കാര്യങ്ങളിലേക്ക് തന്നെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എത്തിയിട്ടുള്ളത്. പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. വൈകിട്ട് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മുബഷീർ റിപ്പോർട്ട് ചെയ്യുന്നത്.